ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡേ 14 ആണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റിവോൾട്ട് ഓഫ് 1857, നൊബേൽ പ്രൈസ് ആൻഡ് GST. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ 3 ടോപ്പിക്കുകളിൽ നിന്നും PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. റിവോൾട്ട് ഓഫ് 1857ലേക്ക് വരുമ്പോൾ ആ ഭാഗത്തു നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ കലാപം എവിടെയൊക്കെ നടന്നു, അവിടുത്തെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ആ ഭാഗത്തു നിന്നും വരുന്നത്. നൊബേൽ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് മെർജ് ചെയ്തുകൊണ്ടാണ് നൊബേൽ പ്രൈസിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നൊബേൽ പ്രൈസും അതിൽ ആർക്കൊക്കെയാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്, അവർ ഏത് രാജ്യക്കാരാണ്, അവർക്ക് ഏത് സബ്ജക്റ്റിലാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. GSTയിലേക്ക് വരികയാണെങ്കിൽ ഫാക്ച്വൽ ബേസിസിലും സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് GST സ്ലാബിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതുപോലെ തന്നെ GST എപ്പോൾ നിലവിൽ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് GSTയുടെ ടോപ്പിക്കിൽ വരാറുള്ളത്. അപ്പം ഈ 3 ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 3 മാർക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും.